ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഈ വിവരം അറിഞ്ഞ ഇവിടെയുള്ള ആളുകളും പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ഇവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എത്ര നാളായി ഇപ്പോൾ ഈ ഗോവൻ സമയം നേരിട്ട് കണ്ടിട്ട്? ഇപ്പോൾ ഒരു 3 കൊല്ലം വരെയായി. സുഖമില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് 1 കൊല്ലമായി. സുഖമില്ലാതെ കിടക്കാൻ വേണ്ടിയിട്ട് 1 വർഷമായി. നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് എത്ര നാളായി? 4 കൊല്ലം വരെയായി. എവിടെയാണ് ചേട്ടൻ താമസിക്കുന്നത്? അതിൻ്റെ അപ്പുറത്താണ്. തൊട്ട് അയലോക്കക്കാരനായിട്ടും കണ്ടിട്ടില്ല. ഇവിടേക്ക് അങ്ങനെ ആളുകളൊന്നും അധികം വരാറില്ലായിരുന്നു വീട്ടിലേക്ക്? ഇവിടെ അമ്പലത്തിൽ വരുമായിരുന്നു. പിന്നെ ചുരിദാറൊക്കെ ഇട്ട് കയറണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ആരും കയറില്ല. പിന്നെ ഞാൻ രാജസ്ഥാനുമായിട്ട് സംസാരിച്ചപ്പം പറഞ്ഞാൽ കുറച്ച് പണിയുണ്ട് അമ്പലത്തിൽ. പണി കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കുമെന്നാണ് അവൻ പറഞ്ഞത്. ഈ നാട്ടുകാർക്കൊരു സംശയമുള്ളത്, ഈ ആൾ സ്വയമായിട്ട് ഇവിടെ വന്നിരുന്നതാണോ അതിനുശേഷം മൂടിയതാണോ അതോ വീട്ടിൽ കിടന്ന് മരിച്ചതാണോ? അങ്ങനെ 2 സംശയത്തിലൂന്നിയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനിപ്പോൾ ഈ മക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരെന്താ പറയുന്നത്? രാജസ്ഥാനിനെ അന്ന് രാവിലെ ഞാൻ കണ്ടതാണ്. പിറ്റേന്ന് രാവിലെ അവൻ്റെ ബൈക്കിലാണ് ഞാൻ കയറി വീട്ടിൽ വന്നത്. ഈ 9-ാം തീയതി മരണം നടന്ന ദിവസം പിറ്റേന്ന് രാവിലെയാണ് പോസ്റ്റർ കണ്ടത്. 9-ാം തീയതി മരിക്കുന്നു. 10-ാം തീയതി രാവിലെ ഞാൻ അവനെ കാണുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ സമാധി ഇരുന്നു. ഞാനാണ് രാവിലെ 6 മണിക്ക് പോസ്റ്റർ കാണുന്നത്. ഞാൻ കണ്ട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അച്ഛൻ സമാധി ഇരുന്നു. അപ്പോൾ വേറെ ഇതിനെപ്പറ്റി ചോദിക്കാൻ പറ്റില്ല, സമാധി ഇരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തൊട്ട് അയലോക്കംകാർ പോലും അറിഞ്ഞിരുന്നില്ല അല്ലേ ഈ മരണവിവരം? ഈ പോസ്റ്റർ കണ്ടിട്ടാണ് പിറ്റേന്ന് രാവിലെയാണ് അറിഞ്ഞത്. ഈ അത് മറ്റാരെയും അറിയിക്കാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവരെന്താ പറയുന്നത്? ആരും കാണാൻ പാടില്ല, ഈ സമാധി ഇരിക്കുന്നത് വേറെ, അത് യഥാർത്ഥ കാര്യമാണ്. സമാധി ഇരിക്കുന്നത് ആരെയും കാണാൻ പാടില്ല. ഇവർക്ക് പറ്റിയ തെറ്റെന്ന് പറഞ്ഞാൽ ഒന്നിലെ വാർഡ് കൗൺസിലറെ വിളിച്ചോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം അവരോട് പറയാണ്ടായിരുന്നു വേറെ ആരും അറിയരുത് എന്ന് പറഞ്ഞതിന് ശേഷമായിരുന്നെങ്കിൽ ഇത് വേറെ ഒരു പ്രശ്നമായിരുന്ന കേസല്ലായിരുന്നു. പക്ഷേ ഇതാരും അറിഞ്ഞില്ല, നാട്ടുകാരും അറിഞ്ഞില്ല. ഈ പോസ്റ്റർ ഇല്ലായിരുന്നെങ്കിൽ അത് അറിയില്ല, ആരും അറിയില്ല. ഇപ്പോഴും അറിയില്ലായിരുന്നല്ലേ? ഈ ഗോവൻ എന്ന് പറയുന്ന ആൾക്ക് നേരത്തെ എന്ത് തൊഴിലായിരുന്നു? യൂണിയനിലായിരുന്നു, ചുമട്ട് തൊഴിലാളിയായിരുന്നു. വീട് ആറാലിമുട്ടിലായിരുന്നു. 3 മക്കളുണ്ട്. അതിൽ ഒരു മോൻ മരിച്ചുപോയി. ബാക്കി 2 മക്കളുണ്ട്. അതിൽ ഇളയ രാജസ്ഥാനൻ ഞാനുമായിട്ട് ഒരുമിച്ച് പഠിച്ചതാണ്. ആര്യ, ഇന്നലെ നമ്മൾ ഇവിടെ സംസാരിച്ച സമയത്ത് ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ ഇവിടെ മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു മകനുണ്ട്. ആ മകൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉയർന്നിരുന്നു എന്നാണ് പറയുന്നത്. വീട്ടിനുള്ളിൽ ഒരു മുറിക്കുള്ളിൽ ആ മൃതദേഹം ഇരുത്തി അടക്കം ചെയ്യുന്നതിനായിട്ടുള്ള ചില നീക്കങ്ങളുണ്ടായി. അവിടുത്തെ നാട്ടുകാരാണ് അയൽവാസിയുടെ പരാതിയിലാണല്ലോ ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസിലേക്കൊക്കെ കാര്യങ്ങൾ, അന്വേഷണത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത്. ഈ മകൻ പറയുന്ന ഒരു കാര്യം സമാധിയായി എന്നുള്ളതാണ്. അവശനില സ്വയം പോയി അവിടെ സമാധി ഇരിക്കുകയായിരുന്നു എന്ന് മകൻ പറയുന്നു. അങ്ങനെ ഒരു മൊഴി. മറ്റൊന്ന് നമ്മൾ കേട്ടത് അവശ നിലയിലായിരുന്നു, എത്രയോ വർഷമായി കിടപ്പിലായിരുന്നു, കണ്ടിട്ട് പോലും ഇല്ലെന്ന് ഇപ്പോൾ അയൽവാസിനെ പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ ഇതിൽ ഏതാണ് സത്യം? ഈ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ കുഴക്കുന്നുണ്ടോ? പോലീസും ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഈ പരാതി വന്നതിന് ശേഷം ഏത് തരത്തിൽ ഈ കേസ് എടുക്കണം എന്നുള്ളതായിരുന്നു പോലീസിന്റെ പ്രശ്നം. ഇന്നലെയാണ് നാട്ടുകാർ നിരവധി ആളുകൾ ഒപ്പിട്ടൊരു പരാതി ചെല്ലുന്നതും അതിനുശേഷം പിന്നീട് പോലീസ് അങ്ങനെ ഒരു പരാതി പോലീസിന് മുന്നിലേക്ക് എത്തുന്നത്. പക്ഷേ അത് കാര്യമാക്കി എടുക്കാതെ ഇത് വലിയ വിവാദമായി മാറുകയും വലിയ വാർത്തയാവുകയും ചെയ്തതോടെ പോലീസ് മാൻ മിസ്സിങ്ങിനാണ്, ആളെ കാണാനില്ല എന്നുള്ള വകുപ്പിലാണ് കേസെടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. മക്കളുടെ മൊഴി എന്ന് പറയുന്നത് പോലീസിന് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള മൊഴിയാണ്. പോലീസിനെന്ന് മാത്രമല്ല, കേൾക്കുന്ന ആർക്കും വിശ്വസിക്കാൻ അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മൊഴിയല്ല. അങ്ങനെ വയ്യാതെ കിടന്ന് ഇപ്പോൾ പൊളിച്ചാൽ മാത്രമേ അതിനകത്ത് ഗോപൻ എന്ന വ്യക്തിയുടെ മൃതദേഹം ഉണ്ടോ എന്ന് പോലും നമുക്ക് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഉറപ്പായും ഈ നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം ഒന്ന് പൂർത്തീകരിക്കട്ടെ ആര്യ. അതായത് ഇന്നലെ ഇവിടുത്തെ നാട്ടുകാരൊരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ നേരത്തെ നമ്മളോട് സംസാരിച്ച ചേട്ടനും അക്കാര്യം പറയുന്നുണ്ട്. അതായത് ഇവർക്ക് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. ആ 3 മക്കളിൽ ഒരാൾ നേരത്തെ മരണപ്പെട്ടു. അന്ന് ആ മരണം നടന്ന സമയത്ത് വീടിനുള്ളിൽ ഒരു മുറിയിൽ തന്നെ വീടിൻ്റെ മുറിയിൽ ഇരുത്തി സംസ്കരിക്കാനുള്ള ഒരു നീക്കം നടന്നു. അന്നത്തെ നാട്ടുകാർ പക്ഷേ അത് ഇടപെട്ടുകൊണ്ട് ആ നീക്കം തടഞ്ഞു. അതിനുശേഷം മുറിയിൽ തന്നെ ഒരു കുഴി വെട്ടി സാധാരണ ഒരാളെ സംസ്കരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ ആ ഒരു മുറിയിൽ തന്നെയാണ്, വീടിനുള്ളിൽ തന്നെയാണ് ഒരു മകൻ്റെ സംസ്കാരം നടന്നത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതൊരു ആദ്യത്തെ സംഭവം എന്നുള്ള നിലയിലല്ല പോലീസ് ഇതിനെ കാണുന്നത്. ഇതിൻ്റെ മറ്റു വശങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുകയാണ്. നിലവിൽ എന്തായാലും ആര്യ ചോദിച്ചതുപോലെ ഇത് തുറന്ന് പരിശോധിച്ചാൽ മാത്രമേ ഇതിനുള്ളിൽ ഒരാൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകൂ. നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അമൽ, ഈ മോക്ഷപ്രാപ്തിക്കായി അച്ഛനെ സമാധിയിരുത്തി അച്ഛന്റെ ആഗ്രഹമായിരുന്നു. അച്ഛന്റെ ആത്മാവ് പോകുന്നത് ഞാൻ കണ്ടു. വല്ലാത്ത കൈലാസത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്ത സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സ്മെല്ല് ചെയ്യുന്നുണ്ട്. അതും ഈ ആധുനികമായിട്ടുള്ള ഈ നൂറ്റാണ്ടിലാണ്. അപ്പോൾ കാര്യങ്ങൾക്കൊക്കെ അതെ വ്യക്തത വരുമ്പോൾ, അതായത് ഒരു കൊലക്കുറ്റത്തിലേക്ക് തന്നെ പോവും. ആ രീതിയിലുള്ള ക്രൈമിലേക്ക് പോകേണ്ടതാണ്. പ്രഥമദൃഷ്ടി അത്തരത്തിലുള്ള സമീപനങ്ങളിലേക്കാണ് പോലീസ് പോകുന്നത്.
അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. പോലീസിന് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടൊരു നിഗമനത്തിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ നമുക്കെല്ലാവർക്കുമുള്ള സംശയം എവിടെയാണ് നിൽക്കുന്നത് അവിടെ തന്നെയാണ് പോലീസ് നിൽക്കുന്നത് എന്ന് പറയാം. അതിനപ്പുറത്തേക്ക് മൊഴികൾക്കപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും നമുക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതാണ് ഈ ബൈക്കിൽ പോകുന്ന ആളാണ്. ചേട്ടാ പോലീസ് എന്തെങ്കിലും കാര്യം അറിയിച്ചിരുന്നോ? എല്ലാം ഭഗവാന്റെ അടുത്ത് നിങ്ങൾ കേട്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ഭഗവാന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറഞ്ഞ് അദ്ദേഹം ബൈക്കിൽ അങ്ങ് പോവുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അച്ഛനെ സമാധിയിരുത്തിയ മകൻ. അതെ ആര്യ, രാജസേനാണ്. അതായത് അച്ഛനെ സമാധിയിരുത്തിയ മകനാണ് ഇപ്പോൾ ബൈക്കിൽ അങ്ങ് കടന്നു പോയത്. എല്ലാം ഭഗവാനോട് ചോദിക്കൂ എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. പോലീസ് എന്തെങ്കിലും കാര്യം അറിയിച്ചിട്ടുണ്ടോ, വിളിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാനാണ് നമ്മൾ എത്തിയത്. പക്ഷേ അതിനോടൊന്നും പ്രതികരിക്കാൻ തയ്യാറാകാതെ അദ്ദേഹം അങ്ങ് കടന്നു പോയിട്ടുണ്ട്. എല്ലാം ഭഗവാനോട് ചോദിക്കൂ എന്നാണ്. ഇന്നലെ മുതൽ ഉച്ച മുതൽ അവിടെ കാണുന്നത് ഈ വ്യക്തിയോട്, രാജസേനോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ സംഭാഷണങ്ങളിൽ പോലും വല്ലാത്ത ഒരു അത്ഭുത കാഴ്ചകളാണല്ലേ. പ്രജീഷ്, ഇന്നലെ ഇവിടെ നമുക്ക് ഈ വീടിൻ്റെ പരിസരത്ത് ഇതൊരു ആശ്രമമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒരു വീടാണ് എന്ന് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിലും ഒരു വീടാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ തൊട്ടടുത്തായി ഒരു സ്പീക്കറിൽ ഓം നമഃ ശിവായ ഇങ്ങനെ കേൾപ്പിക്കുകയാണ്. ഓം നമഃ ശിവായ, ഇങ്ങനെ സ്പീക്കറിൽ ഈ ശബ്ദം ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതൊരു ശിവക്ഷേത്രമാണ്. ശിവക്ഷേത്രത്തിൽ പൂജ നടത്തിയിരുന്ന ആളാണ്. അതിനാൽ തന്നെ ആ ശിവമന്ത്രങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ്. ഇന്നലെ നമ്മളിവിടെ വന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മൾ കണ്ടയാൾ വന്ന് പറഞ്ഞത് 5000 തവണ ഈ മന്ത്രം ഇങ്ങനെ കേൾക്കും, അതിന് മുൻപ് നിനക്ക് ഇവിടെ നിന്നും പോകണമെങ്കിൽ പോകാം എന്നുള്ള കാര്യമാണ് ഇന്നലെ പറഞ്ഞത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അവരാകെ നിരന്തരമായി മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്തകൾ നൽകുന്നു, ഇതിലെ ദുരൂഹതയൊക്കെ ഇങ്ങനെ പറയുന്നു, പോലീസ് എത്തുന്നു, നാട്ടുകാരെത്തുന്നു. അതിനാൽ തന്നെ അവർ സ്വാഭാവികമായും അവർക്കുണ്ടാകുന്ന ഒരു പ്രകോപനം തോന്നുന്നുണ്ട്. കാരണം ഈ വിശ്വാസം നല്ലതാണ്, വിശ്വാസം ഒക്കെ തന്നെ ആളുകൾക്ക് സംബന്ധിച്ചാണ് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു അന്ധവിശ്വാസത്തിന്റെ പരിധിയിലേക്ക് പോകും. നമ്മൾ ഈ നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത് എന്നൊക്കെയാണ് അവിടേക്ക് ചെല്ലുമ്പോൾ അമലിന് തോന്നുന്നതാണ്. കാരണം 5000 മന്ത്രം ഉരുവിട്ടതിനകത്ത് നീ പോയില്ലെങ്കിൽ തല പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ അവിടെ ശരീരം പൊട്ടിത്തെറിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയോ ഞാൻ നേരത്തെ പറഞ്ഞ വല്ലാത്തൊരു സ്മെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് തോന്നുന്നു. അമൽ, എന്തായാലും കാര്യങ്ങളൊക്കെ ഈ പോലീസിനും ഇക്കാര്യങ്ങൾ മനസ്സിലായോ? ഇതൊക്കെയാണ് രീതി. അപ്പോൾ അന്വേഷണത്തിന് കുറച്ച് വെല്ലുവിളി, ചലഞ്ചസ് ഉണ്ട് എന്ന് പോലീസിനും അറിയാമല്ലേ? അതായത് ഈ മൊഴികളിലൂടെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം മൂത്ത മകൻ പറയുന്നതും ഇളയ മകൻ പറയുന്നതും ഈ പറയുന്ന ഗോപൻ്റെ ഭാര്യ പറയുന്നതുമെല്ലാം വ്യത്യസ്ത മൊഴികളാണ്. അതിനാൽ തന്നെ ആ മൊഴിയുമായി മുന്നോട്ട് പോയി എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കണ്ടെത്തലിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള കാര്യം പോലീസും കരുതുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഒരു നിഗമനത്തിലേക്ക് എത്താമെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. നിലവിൽ എന്തായാലും ഈ മൊഴികൾ മാത്രമാണ് പോലീസിന് മുന്നിലുള്ളത്. കൂടുതൽ അന്വേഷണമൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുമില്ല. കളക്ടറുടെ ഭാഗത്തുനിന്നും ഒരു ഉത്തരവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ കോൺക്രീറ്റ് പാളികൾ അടർത്തി മാറ്റി ആ പ്രദേശത്ത് ഈ മൃതദേഹം ഉണ്ടോ എന്നുള്ള കാര്യം ആദ്യം ഉറപ്പിക്കേണ്ടതുണ്ട്. ഇത് വലിയ വാർത്തയായതിനു ശേഷം പോലീസിൻ്റെ കാവലെല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവും പകലും പോലീസുകാർ ഇവിടെയുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഇവരുടെ ഭാഗത്തു നിന്നും ഇരിക്കുന്നതിനുള്ള ഒരു മുന്നൊരുക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഒരു ജാഗ്രത പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. നിലവിൽ എന്തായാലും ഇത് പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി ഏത് സമയത്താണ് മൃതദേഹം ഉണ്ടോ എന്ന കാര്യം ആദ്യം ഉറപ്പിക്കണം. അങ്ങനെ ഉണ്ട് എങ്കിൽ അതിൻ്റെ മരണം നടന്നത് ഏത് സമയത്തെ എന്നുള്ള കാര്യം ഉറപ്പിക്കണം. എങ്ങനെ മരണപ്പെട്ടു പറയുന്നുണ്ട്. ഏകദേശം എത്രയോ കാലങ്ങളായി ഈ ഗോപനെ കണ്ടിട്ടില്ല. കാരണം 1 വർഷത്തിലധികമായി കിടപ്പ് രോഗിയായിരുന്നു, അത്രയും അവശനായിരുന്നുവെന്ന്. അങ്ങനെ അത്രയും രോഗാവസ്ഥയിലുള്ള ഒരാൾക്ക് സ്വയം നടന്നുപോയി സമാധി ഇരിക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നോ? അതായത് അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പഞ്ചായത്ത് മെമ്പർ അടക്കം ആ കാര്യം കൗൺസിലർ അടക്കം ആ കാര്യം പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇന്നലെ ഈ മക്കളോട് സംസാരിക്കുന്ന സമയത്ത് മക്കൾ പറയുന്നത് അച്ഛൻ ഈ ക്ഷേത്രത്തിനുള്ളിൽ, അതായത് വീടിന് തൊട്ടടുത്താണ്, ഏകദേശം ഒരു 10 മീറ്റർ ദൂരം പോലും ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കില്ല. അദ്ദേഹം തന്നെ പണിതൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ നടന്നുപോയി പൂജ ചെയ്യുമായിരുന്നു, കയ്യിൽ തൊട്ടിയുമായി നടന്നുപോയി പൂജ ചെയ്ത് മടങ്ങിയെത്തുമായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിനാൽ തന്നെ കിടപ്പ് രോഗിയാണ് എന്നൊരു വാദം അംഗീകരിക്കാൻ വീട്ടുകാരെന്തായാലും തയ്യാറാകുന്നില്ല. പക്ഷേ നാട്ടുകാർ പറയുന്നത് മറിച്ചാണ്. ഇതിൽ ഏതാണ് വസ്തുത എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. അങ്ങേയറ്റം അവിടെ എത്തി ആ സമാധി സ്ഥലവും ആ വീടും ആ മകന്റെ പ്രതികരണവും ഒക്കെ നമ്മളിലേക്ക് എത്തിച്ചത് അമലാണ്. അത്ര ഒരു വളരെ ദുരൂഹതയേറിയ ഒരു സ്ഥലത്താണ് ശരിക്കും ഇപ്പോൾ അമൽ നിൽക്കുന്നത്. ആ കാഴ്ചകളും വാർത്തകളും നമ്മളിലേക്ക് എത്തിക്കാൻ